ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9, 10, 11 ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 42 ശകടാസുരവധം. ശ്ലോകം 9. അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗപാദാത് പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു ശ്ലിഷ്യതി ജാതകണ്ഠക. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗ പാദാത് പരിപാദം അദ്യമേ. ചേർത്ത് ചൊല്ലുമ്പോൾ അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗ പാദാത് പരിപാദമദ്യമേ. അയേ അത്ഭുതമെന്ന് പറയട്ടെ, സുതം ദേഹി പുത്രനെ തന്നാലും, ജഗത്പദേ ജഗതീശ്വരൻ്റെ, കൃപാതരംഗപാദാത് കൃപാധിക്യം എന്നിൽ വീഴുകയാൽ, പരിപാദം വേണ്ട പോലെ രക്ഷിക്കപ്പെട്ട, അദ്യ ഇന്ന്. ജഗത്പദേ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വത് അംഗകം മുഹുർമുഹു അവിടെ വിസർഗം. ശ്ലിഷ്യതി ജാതകണ്ഠക അവിടെയും വിസർഗം. ഇതി എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് സംഗൃഹ്യ ഭഗവാനെ എടുത്ത് പിതാ വളർത്തച്ഛനായ നന്ദഗോപൻ ത്വദംഗം അവിടുത്തെ ശരീരത്തെ മുഹുർമുഹു വീണ്ടും വീണ്ടും ശ്ലിഷ്യതിസ്മ ആശ്ലേഷിച്ചു ജാതകണ്ഠക രോമാഞ്ചമണിഞ്ഞവനായി. എവിടെയും കഷ്ടമുള്ള അക്ഷരങ്ങളൊന്നുമില്ല. ത്വദംഗകം ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. അതേപോലെ സംഗൃഹ്യ ഗൃ എന്നാണ്. സംഗൃഹ്യ ഹ്യ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മുഹുർമുഹു അവിടെ വിസർഗമുണ്ട്. ശ്ലിഷ്യതി ജാതകണ്ഠക ലാസ്റ്റിലും വിസർഗത്തോടു കൂടെ നിർത്തണം. അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗപാദാത് പരിപാദമദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു ശ്ലിഷ്യതി ജാതകണ്ഠക. അടുത്തത് 10ാമത്തെ ശ്ലോകം. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപി നോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. അനോനിലീന അവിടെ വിസർഗം. കില ഹന്തും ആഗത അവിടെയും വിസർഗം. സുരാരിർ ഏവം ഭവതാ വിഹിംസിത അവിടെ വിസർഗം. ചേർത്ത് ചൊല്ലുമ്പോൾ അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത. അനോനിലീന വണ്ടിയിൽ മറഞ്ഞിരുന്ന് ഹന്തും വധിക്കുന്നതിനു വേണ്ടി ആഗത വന്നെത്തിയ സുരാരി അസുരൻ ഏവം ഇപ്രകാരം ഭവത അങ്ങയാൽ വിഹിംസിത കില കൊല്ലപ്പെട്ടുവല്ലോ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ഭവത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പിന്നെ 3 വിസർഗമുണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. അനോനിലീന അവിടെ വിസർഗം. കില ഹന്തുമാഗത അവിടെയും വിസർഗം. സുരാരിരേവം ഭവത വിഹിംസിത അവിടെയും വിസർഗത്തോടു കൂടെ നിർത്തണം. രജ അപി രജോപി നോ ദൃഷ്ടം അമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ചേർത്ത് ചൊല്ലുമ്പോൾ രജോപി നോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. രജ അപി പൊടി പോലും
ന ദൃഷ്ടം കാണപ്പെട്ടില്ല അമുഷ്യ ഇവൻ്റെ തത്കഥം അതെന്താണങ്ങനെ സ ആ അസുരൻ ശുദ്ധസത്വേ ശുദ്ധസത്വനായ ത്വയി അങ്ങിൽ ലീനവാൻ ധ്രുവം തീർച്ചയായും ലയിച്ചവനായി തീർന്നിരിക്കണം. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ദൃഷ്ടം അമുഷ്യ. ദൃഷ്ടം ഷാട്ടാന്ന് ഒട്ടും ഊന്നണ്ട, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. തത് കഥം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സശുദ്ധ സത്വേ ശുദ്ധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വയി ലീനവാൻ ധ്രുവം ധ്രു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപി നോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. അടുത്തത് 11ാമത്തെ ശ്ലോകം. പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഭിതമംഗലാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശ രുചാം ജഹീഹി മേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. പ്രപൂജിതൈ തത്ര തതോ ദ്വിജാതിഭിർ വിശേഷതോ ലംഭിതമംഗലാശിഷ. അവിടെ ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഭിതമംഗലാശിഷ. പ്രപൂജിതൈ വേണ്ട പോലെ സ്വീകരിക്കപ്പെട്ടവനായി, തത്ര അവിടെ, തഥ അനന്തരം, ദ്വിജാതിഭി ബ്രാഹ്മണരാൽ, വിശേഷത പ്രത്യേകിച്ചും, ലംഭിതമംഗലാശിഷ മംഗളാശംസകളോട് കൂടിയവനും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ദ്വിജാതിഭിർ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ദ്വി എന്നാവുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വിശേഷതോ ലംഭിത അവിടെയും ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ലംഭിതമംഗലാശിഷ അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. വ്രജം നിജൈർ ബാല്യ രസൈർ വിമോഹയൻ മരുത്പുരാധീശ രുചാം ജഹീഹി മേ. ചേർത്ത് ചൊല്ലുമ്പോൾ വ്രജം നിജൈർ ബാല്യ രസൈർ വിമോഹയൻ മരുത്പുരാധീശ രുചാം ജഹീഹി മേ. വ്രജം ഗോകുലത്തെ, നിജൈ തൻ്റേതായ അല്ലെങ്കിൽ സ്വാഭാവികമായ, ബാല്യരസൈ ബാലക്രീഡയിലുള്ള രസത്താൽ, വിമോഹയൻ ആനന്ദത്തിൽ മുക്കുന്നവനുമായ, മരുത്പുരാധീശ ഗുരുവായൂരപ്പ, രുചാം ക്ലേശത്തെ, മേ എൻ്റെ, ജഹീഹി മാറ്റണമേ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ വ്രജം വ്ര എന്ന് ശ്രദ്ധിച്ചോളൂ. അത് വൃ എന്നല്ല, വ്ര എന്നാണ്. വ്രജം നിജൈർ ബാല്യ ബാലൻ, അതേ ബ എന്നാണ്. ബാല്യരസൈർ വിമോഹയൻ മരുത് പുരാധീശ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. രുചാം ജഹീഹി മേ നീട്ടിയിട്ട് ആനയെ നിർത്താം. പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർവിശേഷതോ ലംഭിതമംഗലാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശ രുചാം ജഹീഹി മേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.